ഈ കേരള സർക്കാരിന്റെ ഭരണത്തിൽ തൃപ്തനാണോ? ഞാൻ തൃപ്തനല്ല. ഞാൻ ഞാൻ എസ് ഡി പി കാരനാണ്, എസ് ഡി പിയുടെ പ്രവർത്തകനാണ്. എനിക്ക് കേരള സർക്കാരിൻ്റെ അത് ഭരണത്തിലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആദ്യകാലത്തെ ഭരണത്തിൽ ഒരുമാതിരി തരക്കേടില്ലാതെ അവർ മുന്നോട്ട് പോയായിരുന്നു. ഈ രണ്ടാമത്തെ ഭരണം തുടർ ഭരണം വന്നപ്പോൾ ഒരുപാട് പോരായ്മകൾ അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞ വാക്കൊന്നും പാലിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ LDF വീണ്ടും വരും, തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? സർക്കാരിനൊന്നും ചെയ്തിട്ടില്ല, ജനങ്ങൾ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ആരിഫ് ജയിക്കുമെന്ന് തോന്നുന്നില്ല. ആരിഫിൻ്റെ ആലപ്പുഴയിലും ഒന്നും ചെയ്തിട്ടില്ല. ആരിഫ് ചെയ്തെല്ലാം വടക്കോട്ടും ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം KC നയിക്കത്തുള്ളൂ. നമ്മളെ പിന്തുണ KCക്ക്. അതായത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനം ഇനി കേന്ദ്രത്തിൽ വരത്തില്ല. ഇതിപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള പ്രസ്ഥാനത്തിലൂടെയുള്ള കേന്ദ്രം ഭരിക്കാൻ പറ്റത്തുള്ളൂ കോൺഗ്രസ്സിന്. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇനി നമുക്ക്. ഇവിടെ ആർക്കാണ് മുൻതൂക്കം കാണുന്നത്? മുൻതൂക്കം കഴിഞ്ഞ തവണ മുൻതൂക്കത്തിൽ ജയിച്ച ആരിഫായിരുന്നു. ഈ പ്രാവശ്യം ആരിഫ് ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ വേണുഗോപാൽ നിൽക്കുന്ന കാരണം ഇപ്രാവശ്യം എൻ്റെ കണക്കൂട്ടിൽ ആരിഫ് ജയിക്കുന്നതിൽ ഒരു താല്പര്യം കാണുന്നില്ല. പിന്നെ ശോഭ സുരേന്ദ്രൻ വോട്ട് കുറച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരിഫ് ജയിക്കും. ശോഭ സുരേന്ദ്രൻ കുറച്ച് വോട്ട് പിടിച്ച് മാറ്റുകയാണെങ്കിൽ ആരിഫ് ജയിക്കും. ഈ ഭരണത്തിൽ തൃപ്തനാണോ കേരള സർക്കാരിൻ്റെ? ആദ്യത്തെ വർഷം കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പെൻഷൻ കിട്ടാനുണ്ട്, ഒരുപാട് അങ്ങനെയുള്ളതൊക്കെ കിട്ടാനുണ്ട്. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ നടുക്കാതെ പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നോ? കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് ചോദിച്ചാൽ തുറക്കേണ്ടതാണ്. എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. കേരള സർക്കാരിനെ പറ്റി പറയുന്നെങ്കിൽ മൊത്തം അഴിമതിയല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കേന്ദ്ര സർക്കാരിലോ? കേന്ദ്ര സർക്കാരെന്ന് പറഞ്ഞാൽ അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേറെ ഒന്നും പറയാനില്ല അവരുടെ കുറിച്ച്. ഇവിടെ ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും. കാരണം നമ്മളുടെ ആലപ്പുഴയുടെ പ്രശ്നങ്ങൾ ഇന്ന് വരെ ഒന്നും, വളരെ വർഷങ്ങളായിട്ട് ഉള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം നല്ല സുശക്തമായിട്ടുള്ള ഒരു സ്ത്രീ ശക്തി തന്നെ ഈ ആലപ്പുഴയെ മുന്നോട്ട് നയിച്ച് ആലപ്പുഴയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആശ്വാസം. കേരളത്തിൽ നിന്ന് 18 സീറ്റെങ്കിലും UDF കിട്ടിയിരിക്കും. ഇവിടെ നടക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം അഴിമതിയല്ലേ. എവിടെ അഴിമതിയില്ലാത്ത? MA ക്യാമറ, മൊത്തം അഴിമതി, ബിരിയാണി ചെമ്പ്, എല്ലാ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് ആർക്കും ഇതില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഈ ഇന്ധനവില വർധനത്തിനെതിരെയുള്ള ഞങ്ങൾ പ്രതിഷേധം വോട്ടിങ്ങിൽ കൂടെ നടത്തിയിരിക്കും. വിദ്യാസമ്പന്നരായ കേരള ജനത ഒരു കാരണവശാലും മണ്ടത്തരം കാണിക്കത്തില്ല. ത്രികോണ മത്സരമാണ്. പറയാനും നല്ല ഭരണമാണ് അവർ എല്ലാം എന്നേ പറയാൻ പറ്റത്തും. ഇതിപ്പോൾ മീഡിയയിൽ കൂടെ ഞാൻ കുറ്റം പറഞ്ഞാൽ അത് ഒരു ഇതാവും. BJP അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ? തുറക്കും. കേന്ദ്ര ഭരണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? നല്ല ഭരണമാണ്. നല്ല മോദി നല്ല ഭരണമാണ്. കേരള സർക്കാരിന്റെ ഭരണത്തിനെ പറ്റി എന്താണ് പറയുന്നത്? കേരള സർക്കാർ തൃപ്തിയല്ല, അത് തൃപ്തികാരല്ല തന്നെയാണ് പറയുന്നത്. ഒരിക്കലും ഞങ്ങൾ നല്ല അഭിപ്രായം പറയത്തില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് അനുഭവം കൊണ്ട് പറയുന്നത്. കാരണങ്ങൾ തൊഴിലുമില്ല, സാധന വില വർധനവും മറ്റും കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. സാധാരണപ്പെട്ടവർ താങ്ങാൻ പറ്റാത്തൊരു രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുക. ഇനി അവരുടെ ജീവൻ മാത്രമേ ഉള്ളൂ അവർക്ക് ഇൻഷുർ ചെയ്യാൻ, ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഇനി അത് വേണ്ട. എന്താ പറയാൻ, BJP ജയിക്കും. ശോഭാ സുരേന്ദ്രൻ ഇവിടെ നല്ലോണം ജയിക്കും. ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. പിന്നെ പലരുടെയും അഭിപ്രായം അറിയാമല്ലോ. ഇലക്ഷനെ പറ്റിയുള്ള അഭിപ്രായം ഈ വർഷം? ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ആരിഫ് വൻഭൂരിഷത്തോടുകൂടി ജയിക്കും. ഇതാണ് പറയാനുള്ളത്. മോദി തന്നെ വരുവുള്ളൂ. കേന്ദ്ര ഭരണം എങ്ങനെയുണ്ട്? കേന്ദ്രത്തിൽ വരുന്നെങ്കിൽ അയാൾ പ്രധാനമന്ത്രി അയാൾ തന്നെ വരുന്നത്. മോദി തന്നെ വരുവുള്ളൂ. വീണ്ടും എന്താ പറയുക, ശതമാനം കുറഞ്ഞാലും അയാൾ തന്നെ വരുവുള്ളൂ. അല്ല കോൺഗ്രസ് വരുത്തില്ല. ശോഭാ സുരേന്ദ്രൻ, ഞാൻ ഒരു 100% ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനാണ് സാധ്യതയായിട്ട് കാണുന്നത്. കേരള സർക്കാരിന്റെ ഭരണത്തിനെ പറ്റി എന്താണ്? ഒട്ടും നല്ല അഭിപ്രായമല്ല. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ എന്നേ ഞാൻ അഭിപ്രായം പറയത്തുള്ളൂ. കേന്ദ്ര സർക്കാർ നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ആളുകളിലേക്ക് കറക്റ്റായ രീതിയിൽ എത്തുന്നുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ടും ഇതേ ഭരണം തന്നെ വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഇവിടെ ത്രികോണ മത്സരമാണെന്ന് തോന്നുന്നു. ഇവിടെ ത്രികോണ മത്സരമാണ് ഇപ്പോൾ. BJPയും കോൺഗ്രസും LDFും 3 കൂട്ടിലാണ്. പിന്നെ SC ഒക്കെ എല്ലാ കൊല്ലം എല്ലായിടത്തും നിൽക്കും. അതുങ്ങളും ഒരിടത്തും ജയിക്കുന്നില്ല. പിന്നെ അവർ ഒഴിയാവാദമായിട്ട് ഇങ്ങനെ കിടക്കുക.
അവരുടെ നയം കൊള്ളാം, പക്ഷെ ജനം അങ്ങനെ ഇരിക്കട്ടെ. കേന്ദ്ര സർക്കാർ പറയുകയാണെങ്കിൽ ഒരുവിധം തെറ്റില്ലാത്തൊരു നമുക്കിവിടെ ഈ തൊഴിലുറപ്പിൻ്റെതും അതും ഇതുമൊക്കെ അതൊക്കെ അമ്മച്ചിക്ക് അറിയുള്ളൂ, അല്ല അമ്മച്ചിക്ക് വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. ഇവിടെ രണ്ട് ഭരണം മാറി മാറി കോൺഗ്രസ്സുകാരും പറയും, എൻ്റെ മാസ്റ്റർകാരും പറഞ്ഞിട്ട് ഭരണമെന്നൊക്കെ തെറ്റ് പറയാൻ പറ്റത്തില്ല. തൃപ്തനാണോ? കുഴപ്പമില്ലാതെ ഭരണമൊക്കെയാണ്. ഇവർ രണ്ടു കൂട്ടക്കാരും ഭരിച്ചത് മാറിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എത്തിരിയെങ്കിലും ബുദ്ധിമുട്ട് നേരം BJP ഭരണം മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അടിസ്ഥാന ഒരു രാഷ്ട്രീയക്കാരനല്ലേ. കോൺഗ്രസ് എന്ന BJP എന്ന മാസ്റ്റർകാരൻ അങ്ങനെയല്ലേ. ഞങ്ങൾ ആ കാണുന്ന സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നൊരു ടീമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയേണ്ടത് ഇപ്പോൾ BJP ഭരണം മോശമൊന്നുമില്ല. BJP ഭരിക്കുന്നതും കൊള്ളാം, കോൺഗ്രസ് ഭരിച്ചതും കൊള്ളാം, മാസ്റ്റർ പാർട്ടി ഭരിച്ചതും കൊള്ളാം. അത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനറിഞ്ഞൂടാ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് ഇപ്പം ഇവിടെ ആണെങ്കിൽ BJPയുടെ ഒരു MP ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും MP-മാരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ആകുമ്പോൾ ആലപ്പുഴയുടെ ഒരു MP ആണെങ്കിൽ കൂടുതൽ വികസനം ഇവിടെ ആലപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. MLA ഉണ്ട്, ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്, വാർഡ് പഞ്ചായത്തുണ്ട്. ഞങ്ങളൊരു പാലത്തിൻ്റെ ആവശ്യമായി ഇവിടെ പൊതുജനത്തിന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് ഇതുവരെക്കും സാധിച്ചിട്ടില്ല. എന്താണെന്ന് വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. എല്ലാവരും ഉണ്ട്. ഇവിടെ കടൽ കയറിക്കൊണ്ട് വരും. ഞങ്ങളെങ്ങോട്ട് പോകും? ഇവിടെ എല്ലാം കാണുക, ഒരു മനുഷ്യരെയും കാണത്തില്ല. ഇപ്പോൾ ഇതിപ്പോഴാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ജൂൺ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കാനൊക്കത്തില്ല. അതുപോലെയായിരിക്കും കടലിൻ്റെ വരവ്. കടൽപ്പത്തി അത്യാവശ്യം. കേരളവും ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ ഇവിടുന്ന് MP ഉണ്ട്, MLA ഉണ്ട്. ആരും ഗമനിക്കുന്നില്ല കടലിൽ ഇപ്പോഴേ വന്നിട്ട്. ഒരു പുലിമുട്ടിടിയെ സാധാരണക്കാരന് ഒരു പോയ വഴി ചെയ്യത്തക്ക സംവിധാനം ഒന്നുമില്ല. ഇത് ഓട്ടം മരിച്ചിട്ട് പോകും. പിന്നെ അടുത്ത കൊല്ലമേ കാണൂ, അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴേ കാണൂ. ഇവിടെ കടൽ കയറി വന്നു, ആരുമില്ലായിരുന്നു. ആരിഫാണ് ഇവിടുത്തെ MP. MLA ഉണ്ട്. ഇവിടെ ആരിമെ പറ്റി സമ്മർദ്ദം ചെലുത്തിട്ട് കടപ്പത്തിയെ പറ്റി ഇതിനെപ്പറ്റി ഒന്നും ഒരിതും ഉണ്ടായിട്ടില്ല. എൻ്റെ മോളെ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് കടലിൽ മീനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആര് ഭരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് കടലിൽ മീനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ എനിക്ക് എൻ്റെ മകളോട് പറയാനുള്ളൂ. ഹാർബർ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. തെക്കേ ചള്ളിക്കടത്ത് കിട്ടേണ്ടിയായിരുന്നു, അത് കിട്ടിയില്ല. അത് ദിനരം സാറാണ് ഇവിടെ നിന്നത്. ഹാർബർ വന്നില്ല, വരുമെന്ന് പറഞ്ഞായിരുന്നു, വന്നില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ കായംകുളവും കൊച്ചിയുമായിട്ട് നടക്കണം ഇങ്ങനെ വെള്ളമായിട്ട്. ഹിന്ദുക്കൾ വോട്ട് ചെയ്താൽ അവർ ജയിക്കും, ഹിന്ദുക്കൾ വോട്ട് ചെയ്യത്തില്ല. രാഷ്ട്രീയത്തിൽ ഒരു ചിഹ്നം മാറി ഒരാൾ വോട്ട് ചെയ്യത്തില്ല. രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾ ഒരു വോട്ട് മാറി ചെയ്യത്തില്ല. ആദ്യത്തെ ഭരണം വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് പേരക്ക് മെയിൻ്റനൻസിന് 50,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് പേരക്ക് എന്തെങ്കിലും കുഴപ്പം വരെ ഞങ്ങൾ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്താണ് ഇതെല്ലാം ചെയ്യണം. ഇപ്പോൾ ഒരു പഴയ പേരയാണെങ്കിലും നമ്മളത് ചെയ്യണമെങ്കിൽ തന്നെ എത്ര ലക്ഷങ്ങൾ ഫൗണ്ടേഷൻ കെട്ടാനുള്ള കാശ് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. 4 ലക്ഷം രൂപ എന്ന് പറയും. ഇതിക്ക് മുമ്പ് 50,000 രൂപ കിട്ടുമായിരുന്നു. എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ വന്നപ്പോൾ അതൊന്നും കിട്ടാൻ മാർഗ്ഗമില്ല ഇപ്പോഴത്തെ ഈ പുതിയത് വന്നിട്ട്. കേരള സർക്കാരിൻ്റെ ഭരണത്തെപ്പറ്റി ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമാണ് ആൾക്കാർ. കഴിഞ്ഞ ഭരണം കുഴപ്പമില്ല, ഇപ്രാവശ്യം വളരെ മോശം ഭരണം. കേരള സർക്കാരിൻ്റെ ഭരണത്തിൽ തൃപ്തനാണോ? കേരള സർക്കാരിൻ്റെ ഭരണം അതുപോലെ ഒരു ഭരണം മാവേലി കാഴ്ചവെച്ചപ്പോഴുള്ള ഭരണമല്ലേ. മാവേലി ഇവിടെ തിരുവോണം നമ്മൾ ആഘോഷിക്കണം. മാവേലിയാണ് പിണറായി വിജയൻ. ഇത്തരം ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് ഇത്ര കൊറോണ വന്ന് വെള്ളപ്പൊക്കം വന്ന് അതിൻ്റെ അടുത്ത് എല്ലാം അതിജീവിച്ച് ജനങ്ങളെ സംഭരിച്ചു പോകുന്ന പിണറായി വിജയൻ മോശമാണ്. ആ ഇരട്ടച്ചങ്കുള്ള എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ TV കൂടി പറഞ്ഞല്ലോ, ഇരട്ടച്ചങ്കുള്ള അത് മോശമാണ് പിണറായി വിജയൻ. തുടർ ഭരണം 10-ാം വർഷവും കിട്ടിയത് ഇപ്പം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടല്ലേ. പിന്നെയും കിട്ടാൻ പാടില്ലെന്നില്ല. ഈ പെൻഷൻ ഇപ്പം 2 മാസത്തെ കൊടുത്താൽ 2 മാസത്തിൽ ഈ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പാടില്ല. അതിന് നേരത്തെ തന്നെ മുൻകൂട്ടി എറിഞ്ഞ് കല്ലി. ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ 3 പേരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള 3 മത്സരാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെന്ന് പറഞ്ഞാൽ കേരളം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിൽ നിന്നാരും ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് നമ്മൾ കയറ്റിവിടുന്നത് മറ്റുള്ള പാർട്ടികളെയാണ് വിടുന്നത്. പ്രാവശ്യം 1, 2, 3 പേരെങ്കിലും MP ആയിട്ട് BJPയുടെ ഭാഗത്തുനിന്ന് പോയാൽ കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേണ്ടി വാദിക്കാൻ
നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളിൽ ആരെങ്കിലും ഉണ്ടാകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ജനങ്ങളൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആലപ്പുഴ നിലവിലത്തെ അവസ്ഥ ശക്തമായ ഇപ്പോൾ കെ സി വേണുഗോപാലാണെങ്കിലും ആരിഫാണെങ്കിലും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനാണെങ്കിലും ശക്തമായ പോരാളികളാണ്. നമുക്കൊന്നും പറയാനാകാത്ത ഒരവസ്ഥയാണ്. എന്നാലും ജനം നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് കാഴ്ചപ്പാടായിട്ട് കാണാൻ പറ്റുന്നത് ബി ജെ പിയെ മുന്നിൽ നിർത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇപ്പോൾ കാണുന്നത്.